ഫാഷൻ ഫോട്ടോഗ്രാഫി രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് കാറ്റലോഗ് ഫോട്ടോഷൂട്ടുകൾ അഥവാ ഇ-കൊമേഴ്സ് ഫോട്ടോഗ്രാഫി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റിയൽ കാറ്റലോഗ് ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് ഫോട്ടോഷൂട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. Arun Joseph, a fashion photographer and a photography mentor, having 12+ years of experience in this field. Catalog photography അഥവാ ഇ-കൊമേഴ്സ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിനെ അതിൻ്റെ മാർക്കറ്റിങ്ങിനായി ഹൈലൈറ്റ് ചെയ്തുകൊണ്ടെടുക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി ഫോട്ടോഷൂട്ടാണ്. പ്രൊഡക്റ്റ് മേ ബി എനിത്തിങ്, ഡ്രസ്, ഷൂസ്, ബാഗ്സ്, ലിറ്ററലി എനിത്തിങ്. പുതിയ കാലഘട്ടത്തിൽ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റായി മാറിയതുകൊണ്ട് കാറ്റലോഗ് ഫോട്ടോഗ്രാഫി ഇ-കൊമേഴ്സ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു പേരിലോട്ട് കൺവെർട്ട് ചെയ്തു എന്ന് മാത്രം. ഒരു കാറ്റലോഗ് ഷൂട്ട് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാവുന്നത് നമ്മളൊരു പ്രൊഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഒരു കാറ്റലോഗ് ഷൂട്ടിൽ ഒരു മോഡലിൻ്റെ സഹായം തേടുമെന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ആവട്ടെ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം വെച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഒരു കാറ്റലോഗ് ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ക്ലയൻറ്റിന് ഡെലിവറി ചെയ്യേണ്ടത് എപ്പോഴും ഒരു ഹൈ ക്വാളിറ്റി പ്രിന്റബിൾ ഷാർപ്പ് ഇമേജാണ്. സോ വി ഷുഡ് കൺസിഡർ ടു യൂസ് എ ഹൈ ക്വാളിറ്റി ക്യാമറ ആൻഡ് ലെൻസ് കോംബോ. ഇന്നത്തെ നമ്മുടെ ഷൂട്ടിൻ്റെ നമ്മുടെ ക്ലയൻറ്റ് അനാർക്കലിയാണ്. ദേ ആർ ഡിസൈനർ കം ബോട്ടിക് ഫ്രം കൊടുങ്ങല്ലൂർ. ആസ് എ ക്ലയൻറ്റ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തികച്ചും ഇ-കൊമേഴ്സ് സ്റ്റൈൽ ഒരു ഫോട്ടോഷൂട്ടാണ്. പ്രിന്റിംഗ് പർപ്പസ് അവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹയർ മെഗാപിക്സൽ ക്യാമറയുടെ ആവശ്യം ഈ ഒരു ഷൂട്ടിനില്ല. സോ നമ്മൾ ഈ ഒരു ഷൂട്ടിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ക്യാനൻ്റെ 1DX Mark III + 85mm 1.2 ലെൻസാണ്. എല്ലാ ഫോട്ടോസും നമ്മൾ റോ പ്ലസ് JPG ഫോർമാറ്റിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. JPG ഓൺലി ഫോർ വ്യൂയിങ് പർപ്പസ്. റോ ഫോർമാറ്റിലുള്ള ഫോട്ടോസ് പ്രൊഫഷണലി റീടച്ച് ചെയ്തിട്ടാവും നമ്മൾ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. The second important element is lighting. ഇത്തരം ഒരു കാറ്റലോഗ് ഫോട്ടോഷൂട്ടിന് ലൈറ്റിംഗ് വളരെ ക്രൂഷ്യലാണ്. നമ്മൾ ഇതൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ലൈറ്റിംഗ് 80% എബവ് ഫ്ലാറ്റ് ലൈറ്റിംഗ് ആണ് ആസ് എ ഫോട്ടോഗ്രാഫർ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം കൂടുതൽ ഷാഡോസ് നമ്മളെ ലൈറ്റിംഗ് ത്രൂ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ ഡിസൈനെയും അതിൻ്റെ ഒരു ഓവറോൾ അപ്പിയറൻസിനെയൊക്കെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിന് മെയിൻ ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഗോഡോക്സിൻ്റെ AD600 സ്ട്രോബ് ലൈറ്റാണ്. ജെനി ബ്രാൻഡിൻ്റെ 120 cm റൈസ് ബോൾ ബ്യൂട്ടി ഡിഷ് സോഫ്റ്റ് ബോക്സ് ആണ് നമ്മൾ മോഡിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബ്യൂട്ടി ഡിഷ് സോഫ്റ്റ് ബോക്സ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടി ഡിഷിൻ്റെ അറ്റാച്ച്മെൻറ്റ് കുറച്ചും കൂടെ സോഫ്റ്റും ഫ്ലാറ്ററിങ്ങുമായിട്ടുള്ള ഒരു ലൈറ്റ് തരും എന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു കിക്കർ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഗോഡോക്സിൻ്റെ ഒരു 400 വാട്ട്സ് ലൈറ്റാണ് കിക്കർ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഗോഡോക്സിൻ്റെ തന്നെ 5x1 സ്ട്രിപ്പ് ബോക്സ് ആണ് നമ്മൾ കിക്കർ ലൈറ്റിന് മോഡിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രൊഡക്റ്റിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുവാനും പ്രൊഡക്റ്റിന് ഒരു 3 ഡയമെൻഷണൽ ലുക്ക് പ്രൊവൈഡ് ചെയ്യുവാനുമാണ് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു കിക്കർ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. The next important element, in my opinion, the most important element is color. കളർ അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു ഒരു കാറ്റലോഗ് അഥവാ ഇ-കൊമേഴ്സ് ഫോട്ടോഗ്രാഫി. സപ്പോസ് നിങ്ങളുടെ ക്ലയൻറ്റ് ഒരു ഡിസൈനർ ആണെന്നിരിക്കട്ടെ, അവരൊരു റെഡ് ഗൗൺ നിങ്ങളുടെ കയ്യിൽ ഷൂട്ട് ചെയ്യാൻ തന്നിട്ട് നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആ ഒരു ഇമേജ് കൊടുക്കുന്ന സമയത്ത് ആ റെഡ് മാറി ഒരു ഡാർക്ക് മജന്ത കളറിലെ ഗൗണിൻ്റെ ഫോട്ടോ അവർക്ക് കൊടുത്താൽ കൂടാവുന്ന റിസൾട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ ഇത്തരം മാൾ പ്രാക്ടീസസ് ഈ ഒരു ഫീൽഡിൽ ധാരാളമായി നടക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വൈറ്റ് ബാലൻസിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ പോലും ഇല്ലാതെയാവും പല ഫോട്ടോഗ്രാഫേഴ്സും ഇത്തരം ഫോട്ടോഷൂട്ടുകൾ ഏറ്റെടുക്കുന്നത്. അവർ ഓട്ടോ വൈറ്റ് ബാലൻസ് ഉപയോഗിച്ചിട്ട് റോയിൽ ഫോട്ടോസ് എടുക്കുന്നു, അതൊരു എഡിറ്ററിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ആ എഡിറ്റർ അദ്ദേഹത്തിൻ്റെ ഹിതം അനുസരിച്ച് ഇഷ്ടമുള്ള കളറുകൾ ആ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്യുന്നു. വാട്ട് വിൽ ബി ദ റിസൾട്ട്?
ക്ലയൻ്റ് എങ്ങാനും ഈ ഒരു പ്രവണതയെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ കുറവിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടെന്നാണ് പറയുന്നത്. മാഡം അല്ലെങ്കിൽ സാർ, ഇതാണ് ട്രെൻഡ്, ഗ്രേഡിംഗ് ആണ്. എനിവേസ്, അറ്റ്ലീസ്റ്റ് ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളമെങ്കിലും കളേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആക്യുറേറ്റ് കളേഴ്സും വൈറ്റ് ബാലൻസും ലഭിക്കുന്നതിനായി നമ്മൾ ഈ ഒരു ഷൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണത്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണത്. ഡാറ്റ കളറിൻ്റെ സ്പൈഡർ ചെക്കർ എലീറ്റ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര്. ഇങ്ങനെ വരുന്ന ഒരു 42 കളേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണലി കളർ കാലിബ്രേറ്റഡ് കളർ ചാർട്ടാണത്. ഇതിൻ്റെ സഹായത്തോടു കൂടെയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ എക്സാക്റ്റ് കളേഴ്സ് ഡിസൈഡ് ചെയ്യുക. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ബട്ട് വെരി എഫക്റ്റീവ്. ബാക്ക്ഗ്രൗണ്ടിലെ എക്സ്പോഷർ കൂടുതലായതിൻ്റെ പേരിൽ നമ്മൾ ഹൈ സ്പീഡ് സിങ്ക് അഥവാ HSS ഉപയോഗിച്ചാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നത്. ബാക്ക്ഗ്രൗണ്ടിനെ ഏകദേശം ഒരു സ്റ്റോപ്പ് മാത്രം അണ്ടർ എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ ലൈറ്റിൻ്റെ പവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രമാറ്റിക് ലൈറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് അത്തരത്തിൽ ലൈറ്റിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷാർപ്നെസ് വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് ഞാനൊരു നാരോ അപ്പർച്ചറിൽ ഷൂട്ട് ചെയ്യുന്നത്. മിനിമം 3.2 ആയിരിക്കും നമ്മൾ ഈ ഫോട്ടോഷൂട്ടിൽ ഉടനീളം നമ്മൾ ഉപയോഗിക്കാവുന്ന അപ്പർച്ചർ വാല്യൂ. കാറ്റലോഗ് ഫോട്ടോഗ്രാഫി അഥവാ ഇ-കൊമേഴ്സ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് കാണുവാനായി നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച വളരെ വ്യത്യസ്തമായ പുതിയൊരു കണ്ടന്റുമായി.